City Gold, Gold and Diamonds, Kerala and Karnataka. നാമിനെയും അതുപോലെ തന്നെ കാസർഗോഡ് നഗരസഭ അതേപോലെ തന്നെ ഗവൺമെന്റ് അണങ്ങൂർ ആയുർവേദ ഹോസ്പിറ്റൽ സംയുക്തമായാണ് ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വയോജനങ്ങൾ ശാരീരികവും മാനസികവുമായ ഒരുപാട് വെല്ലുവിളി നേരിടുന്നതാണ്. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടും മറ്റു ചുറ്റുപാടുകളും വളരെ പ്രയാസപ്പെടുന്നവർക്ക് ഇന്നൊരു മെഡിക്കൽ ക്യാമ്പ് മാത്രമല്ല, അവരൊരു ബോധവൽക്കരണവും പരിപാടി ആയുർവേദ ഹോസ്പിറ്റലിൽ സന്നദ്ധമാണ്. എല്ലാ ട്രീറ്റ്മെന്റുകളും ആ ഹോസ്പിറ്റലിൽ എന്നും അവധി ദിവസം പോലില്ലാതെ എല്ലാ ദിവസവും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കേവലം ഒരു മെഡിസിൻ നൽകുക എന്ന ഉദ്ദേശമല്ല ഇതിലുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ഡ്രസ്സുകൾ എടുക്കുന്നത്, അതായത് 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്നായാലും നമ്മുടെ ചുറ്റുപാടിൽ നിന്നായാലും മറ്റും, അല്ലെങ്കിൽ സ്വയം വേദിയിലുള്ള വിമല ശ്രീധർ കൗൺസിലറെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ കൗൺസിലർമാർ, വയോമിത്രം സ്റ്റാഫ് അടക്കമുള്ള ആൾക്കാർ, അതുപോലെ നഗരസഭയുടെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് അംഗങ്ങൾ കാസർഗോഡ് നഗരസഭയിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും അതിൻ്റെ കൗൺസിലേഴ്സ് പ്രത്യേകം അതിൻ്റെ പ്രചാരകരാവണം എന്നുള്ളത് നിങ്ങളോട് ഈ സാഹചര്യത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇന്നത്തെ ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസ. ഈ ആയുർവേദിക് മരുന്നുമായി ബന്ധപ്പെട്ട് ചികിത്സാ രീതിയിൽ ഏർപ്പെട്ടപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. രോഗികളുടെ ബ്ലഡ് ക്യാൻസർ പൂർണ്ണമായും സുഖപ്പെടുത്തിയത് നമ്മുടെ ആയുർവേദിക്കിൽ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ബന്ധപ്പെട്ട ഡോക്ടർമാർ, പ്രത്യേകിച്ച് നമ്മൾ CMO ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് രോഗികൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. ഇപ്പോൾ സാധാരണ നമുക്ക് ഈ ആയുർവേദിക്കിൽ കോട്ടക്കലിൽ പോയി ചികിത്സ നേടുന്നതെന്ന് പറയുമ്പോൾ വലിയൊരു ആശുപത്രിയായി നമ്മുടെ മനസ്സുകളിലേക്ക് കാണാറുണ്ട്. അവിടെ ചെയ്യുന്ന ചികിത്സകൾ, അതേ ചികിത്സകൾ നമ്മുടെ ഡോക്ടർമാർ, പ്രാഗൽഭ്യം നിറഞ്ഞ ഡോക്ടർമാരാണ് നമ്മുടെ ആയുർവേദിക് ആശുപത്രിയിലുള്ളത്. ആ ഡോക്ടർമാർ അതുപോലെയുള്ള കേസുകൾ കൈകാര്യം ചെയ്ത് അതിന് കോട്ടക്കൽ ആയുർവേദിക് ശാലയിൽ പോയി നമ്മൾ പച്ചമരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പണം നമുക്ക് ചെലവാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ കാസർഗോഡ് നഗരത്തിലുള്ള നമ്മുടെ ആയുർവേദിക് ആശുപത്രിയിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ കാശുകളൊന്നും ചെലവാക്കേണ്ടതായിട്ടില്ല എന്നതാണ് ഇതിൻ്റെ വ്യത്യാസം. പക്ഷെ ഈ വ്യത്യാസം നമ്മുടെ ജനങ്ങൾ അറിയുന്നില്ല. എന്തുകൊണ്ടോ അറിയാത്തത് എന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് അവർക്ക് അതിനുള്ള അറിവുകൾ അവർക്ക് ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയുർവേദിക്കുമായി ബന്ധപ്പെട്ട് 4 മേഖലാ മീറ്റുകൾ കാസർഗോഡ് നഗരപ്രദേശത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മേഖലയിൽ നെല്ലിക്കുന്ന് മേഖല, അതുപോലെ തന്നെ ടൗൺ മേഖല, അതുപോലെ തന്നെ തളങ്കര മേഖല, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ
തുരുത്തി മേഖല, അങ്ങനെയുള്ള മേഖല നല്ലതായ രീതിയിലേക്ക് ജീവിതത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കൂടി നമ്മുടെ ആയുർവേദിക് ആശുപത്രിയിലുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ യോഗ നടത്താൻ വേണ്ടിയിട്ട് വലിയൊരു ഹാള് തന്നെ നമ്മുടെ ആശുപത്രിയിലുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ആളുകൾക്ക് ഒന്നുകിൽ ഉപയോഗിക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ അറിയുന്നില്ല. പക്ഷെ ഇത് രണ്ടും കൂടി ചേർന്ന് ഉണ്ടാക്കിയെടുക്കുവാനാണ് കാസർഗോഡ് നഗരസഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആളുകൾക്ക്, അതായത് നമ്മുടെ കൗൺസിലർമാർ, നമ്മുടെ വാർഡുകളിലെ ആളുകൾക്ക് ഇതിൻ്റെ അറിവ് നൽകുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇതുമായി ബന്ധപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ ഇത് ഗവൺമെൻറ് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നു. ആ അറിവ് കൊടുക്കുക എന്നുള്ളത്, ഈ അറിവ് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഇവിടെ വന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, ആ ആളുകൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കില്ല. ഈ അറിവ് നിങ്ങൾ തൊട്ടടുത്തുള്ള ആളുകളോട് അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ബാക്കിയുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ആശുപത്രിയിലെ ഡോക്ടർമാർ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള ഡോക്ടർമാർ, ആരെയും നമുക്ക് കുറഞ്ഞു കാണാൻ പറ്റില്ല. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി നല്ല ആയുർവേദിക്കിൻ്റെ മരുന്നുകളും കാര്യങ്ങളും കൊടുക്കണമെന്നും അതിൻ്റെ അറിവുകളും നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടർമാരാണ്. ഒരു ഡോക്ടറെ കുറിച്ച് നേരത്തെ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു. അതായത് ഒരു ഡോക്ടർ ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്നത് കണ്ണൂർ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. കണ്ണൂർ ഇരിട്ടി സ്ഥലത്ത് നിന്ന് വരണമെങ്കിൽ രാവിലെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ക്ഷണിക്കുന്നു. ചെയ്യുന്നത് 2000 അധികം പേഷ്യൻസ് ഒരു മാസം വിസിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു 3-4 മാസം കൊണ്ട് തന്നെ നമ്മുടെ തുടർച്ചയായിട്ടുള്ള നഗരസഭയുടെയും ആശുപത്രിയുടെയും തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങൾ കൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് ചെറിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളും ഇതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു ആയുർവേദ ആശുപത്രിയായി മാറാൻ കാസർഗോഡ് ആശുപത്രിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ വയോജന ക്യാമ്പിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദത്തെ കുറിച്ച് ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞു, പലപ്പോഴും നമ്മൾ എപ്പോഴും ചിന്തിക്കുക തൈലങ്ങളെ കുറിച്ചും കുഴമ്പുകളെ കുറിച്ചും ഒക്കെ മാത്രമാണ്, അരിഷ്ടങ്ങളെ കുറിച്ചും. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാരന്റ്സിനെ കാണുമ്പോൾ എപ്പോഴും ആഗ്രഹം നമുക്ക് എങ്ങനെയെങ്കിലും വലുതാവണം, അല്ലെ, കൂടി പോവാതെ നമുക്ക് ഇരിക്കാൻ പറ്റണം, അങ്ങനെ വലുതാവണം എന്ന് ആഗ്രഹം. പക്ഷെ വൺസ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലുതാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല, അല്ലെ, വയസ്സാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല. പിന്നെ എങ്ങനെയെങ്കിലും വീണ്ടും കുട്ടിയാവാനാണ് നമ്മൾ നോക്കുക. അപ്പൊ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന അവസ്ഥയുടെ ഒരു അപകടം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും നമ്മൾ ആരും തന്നെ നമ്മുടെ ആരോഗ്യ ഭക്ഷണ രീതികളിലൊന്നും ശ്രദ്ധിക്കുകയോ അതൊന്നും ചെയ്യാറില്ല. നമ്മൾ എന്നും ഇതുപോലെ യൂത്ത് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലെ താല്പര്യങ്ങൾക്കാണ് നമ്മൾ ഭക്ഷണത്തിലും എല്ലാ കാര്യത്തിലും പ്രാധാന്യം കൊടുക്കാറ്. അപ്പൊ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ കുട്ടിക്കാലത്തെ പോലെയും യൗവനകാലത്തെ പോലെയും എങ്ങനെ വാർദ്ധക്യത്തെ ആരോഗ്യകരമായും ആസ്വാദ്യകരമായും കൊണ്ടുപോകാൻ പറ്റും, അതാണ് ആയുർവേദത്തിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ ഈ ഒരു മേഖലയിൽ വാർദ്ധക്യത്തെ ഭയക്കാതെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ചികിത്സാ ശാസ്ത്രത്തിനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ കുറെ മരുന്നുകൾ എടുക്കുക എന്നുള്ളതല്ല, ഷുഗറിന് പൊടി കഴിക്കുക അല്ലെങ്കിൽ കൊളസ്ട്രോളിന് പൊടി കഴിക്കുക, അതല്ല ആയുർവേദത്തിന്റെ ഉദ്ദേശം. നിങ്ങളെ ആ രോഗങ്ങൾ വരാതെ, ഇപ്പൊ നമുക്ക് തന്നെ ഒരു പാലിയേറ്റീവ് വിസിറ്റ് ഉണ്ടായിരുന്നു, കിടപ്പ് രോഗികളെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ചെല്ലുമ്പോൾ പലരും ആകെ പറഞ്ഞൊരു കാര്യം അതാണ്, മരിക്കുന്നത് വരെ നമുക്ക് ഡയപ്പർ യൂസ് ചെയ്യേണ്ടി വരരുത്. ആ ഒരു അവസ്ഥ മാത്രമാണ് അവർ പലരും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും വേറെ സ്വന്തമായിട്ടൊരു ടോയ്ലറ്റിലേക്ക് പോകാൻ അവർക്ക് പറ്റണം. അപ്പൊ ഓരോ പ്രായമായവരുടെയും പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഏതൊരു വ്യക്തിയും, അതായത് 60 കഴിഞ്ഞ ഏതൊരു വ്യക്തിയും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, രോഗങ്ങൾക്ക് കഴിവതും മരുന്ന് കഴിക്കാതെ, ജീവിത ശൈലികളിലൂടെയും നല്ല ഭക്ഷണ രീതികളിലൂടെയും വേണ്ടി വന്നാൽ പഞ്ചകർമ്മ പോലെയുള്ള ചികിത്സകളിലൂടെയും ഒക്കെ എങ്ങനെ ഒരു നല്ല വാർദ്ധക്യം കൊണ്ടുപോകാം, അതാണ് നമ്മുടെ ഈ വയോജന ക്യാമ്പുകളുടെ പ്രഥമമായ ലക്ഷ്യം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാം, മുട്ടുവേദന, നടുവേദന, അതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യും. വളരെ കുറച്ച് മരുന്നുകൾ മാത്രം ഉപയോഗിച്ച്, 6-7 മരുന്നുകൾ കഴിക്കുക എന്നല്ല, കുറച്ച് മരുന്നുകളിലൂടെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ചികിത്സിക്കാൻ കഴിയും. ഈ 2 ലക്ഷ്യങ്ങളാണ് നമ്മൾ വയോജന ഇതുവഴി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്.
ചേർന്നിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മുടെ ആശുപത്രിയിൽ വൃദ്ധജനത്തിന് മാത്രമായിട്ടൊരു പ്രത്യേക പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ഒരേ സമയം 10 പേരെ വരെ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ എന്ത് രോഗമുള്ളവരും എക്സെപ്റ്റ് ഇപ്പോൾ ഇതുപോലെ വളരെ ബെഡിൽ മാത്രം കിടക്കുന്ന രോഗികൾ, അങ്ങനെയുള്ളവർ ഒഴികെയുള്ള ഏത് പ്രശ്നങ്ങളും, അതായത് എമർജൻസി സിറ്റുവേഷൻ അല്ലാത്ത ഏതൊരു വാർദ്ധക്യത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെയും 10 പേരെ വരെ ഒരു സമയം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഒരു മാസം അഡ്മിറ്റ് ചെയ്ത് 1 മാസം വരെ നീളുന്ന ചികിത്സയാണ്. ആ ചികിത്സയിലൂടെ കഴിയുന്നത്ര ആരോഗ്യകരമാക്കി തിരിച്ചുവിടാൻ, അതായത് അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടാണോ ഉള്ളത്, അല്ലെങ്കിൽ സ്കിന്നിന്റെ പ്രശ്നമാണോ ഉള്ളത്, പലവിധ വേദനകളാണോ ഉള്ളത്, എന്ത് തന്നെ പ്രശ്നങ്ങളായാലും അതിനെയെല്ലാം അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് 1 മാസം കൊണ്ട് നിങ്ങളെ കഴിയുന്നത്ര ആരോഗ്യവാന്മാരാക്കി തിരിച്ചുവിടാനുള്ള ഒരു ചികിത്സാ പദ്ധതി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പ്രൊജക്റ്റുള്ള ഒരു ആശുപത്രി എന്ന് പറയുന്നത് അത് നമ്മുടെ ആശുപത്രിയാണ്. അതോടൊപ്പം അതിന് കിട്ടുന്ന മരുന്നുകൾ 3 മാസത്തേക്ക് വരെ, ഇപ്പൊ സാധാരണ നമ്മൾ OP കൊടുക്കുന്നത് പോലെ 1 ആഴ്ച 2 ആഴ്ച മരുന്നല്ല, വൃദ്ധജനങ്ങൾക്കുള്ള മരുന്ന് അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി 3 മാസം വരെ അതിനുശേഷം ഫോളോ അപ്പിൽ മരുന്നും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചികിത്സാ പദ്ധതിയെ കുറിച്ചും എല്ലാവരും അറിയേണ്ടത് അത്യാവശ്യമാണ്. OP മരുന്ന് ലഭ്യമാണ്. ആവശ്യമെങ്കിൽ IP അഡ്മിറ്റ് ചെയ്തുകൊണ്ടും നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളെ എല്ലാം ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് എല്ലാ ചികിത്സാ വിഭാഗങ്ങളും ഉണ്ട്. അതിന്റെ ഇപ്പൊ പോകുന്നതാണ് അല്ലെ, ഈ ഒരു ഏജിൽ എത്തുമ്പോൾ നമ്മൾ കുട്ടികളാകുമ്പോൾ നമ്മുടെ കൂടെ കഴിക്കാൻ ഒരുപാട് കുട്ടികൾ കൂടെ ഉണ്ടാവും. നമ്മൾ ചെറുപ്പകാലമാകുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരും അവരൊക്കെ ആയിട്ട് നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ വാർദ്ധക്യകാലം എത്തുമ്പോൾ നമ്മളെപ്പോഴും എന്താ ചിന്തിക്കുക, നമ്മുടെ കുട്ടികളെ നമ്മളെ നോക്കണം എന്നാ വിചാരിക്കുക. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സ് അപ്പോഴും ഉണ്ട്. നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കുറച്ച് നാൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ ഒരു ഇതിനനുസരിച്ചിട്ട് ഒരു വികസന പാതയിലേക്ക് പോകുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങൾ വെച്ചിട്ട് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീമതി ലവ്ലി ഫിലിപ്പ് മാഡം വളരെ നന്നായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു. മാഡം ഇവിടെ ട്രാൻസ്ഫർ ആയിപ്പോയി. അതോടൊപ്പം ഇവിടെ ഇപ്പോൾ പുതിയ എത്തിയിട്ടുള്ള ചീഫ് മെഡിക്കൽ ഓഫീസർ സ്വപ്ന മാഡവും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. മാഡത്തിന് അതേപോലെ വളരെ നല്ല സപ്പോർട്ടുള്ള ഡോക്ടേഴ്സ് മാഡത്തിന് സപ്പോർട്ടറായിട്ടുണ്ട്. ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം ഇവിടെ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടും. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൗൺസിലർമാരെ, സഹോദരന്മാരെ, ഇപ്പോൾ ആയുർവേദ ആശുപത്രിനെ കുറിച്ച് ഡോക്ടർമാരും അതുപോലെ നമ്മുടെ സ്വാഗത ഉണ്ടാകുക. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കറിയാം വൈറ്റമിൻ D എന്നുകൂടി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വൈറ്റമിൻ D നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൽസ്യം ശരീരത്തിൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് കാൽസ്യം വൈറ്റമിൻ D വേണം. അപ്പോൾ വൈറ്റമിൻ D സപ്ലിമെന്റ്സും അതുപോലെ കാൽസ്യം സപ്ലിമെന്റ്സും എല്ലാ ഡോക്ടേഴ്സും എഴുതുന്നതും നമ്മൾ വാങ്ങി കഴിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. പക്ഷേ നമുക്ക് ഈ കഴിക്കുന്നതുകൊണ്ട് കാര്യമില്ല, നമുക്ക് അസ്ഥിക്ക് ബലം കിട്ടില്ല. അവിടെയാണ് ആയുർവേദത്തിന്റെ പ്രസക്തി നമ്മൾ പറയുന്നത്. നമ്മുടെ പ്രായമാകുന്തോറും നമുക്കുണ്ടാകുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യാനുള്ള ആയുർവേദ ശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ അഗ്നി എന്ന് പറയും. നമ്മുടെ ഡൈജസ്റ്റീവ് പവർ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് പവർ നമ്മൾ കറക്റ്റ് ചെയ്യാതെ ഈ സപ്ലിമെന്റ്സോ കാൽസ്യം ഗുളികകളോ വാങ്ങി കഴിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പ്രാധാന്യം അറിയിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രായമായതോറും നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ ആഗിരണം ചെയ്യപ്പെടാനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കണം. അതിനുള്ള മരുന്നുകളും അതിന് വേണ്ട വ്യായാമ മുറകളും അതിന് വേണ്ട ജീവിതചര്യകളുമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ആയുർവേദത്തിന്റെ പ്രസക്തി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വയോജന ചികിത്സയിൽ പറയാനുള്ളത്. അപ്പോൾ അതിനുള്ള രീതികളും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. രണ്ടാമത് ഈ പ്രായമുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ വരുന്ന വേറൊരു അസുഖം, ഞാൻ കൈകാര്യം ചെയ്യുന്ന മേഖലയായിട്ട് വരുന്ന ഒരു അസുഖം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമാണ്. നമ്മൾ കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം. ഇത് ആണുങ്ങളിൽ വരുന്ന അസുഖമാണ്. 50 വയസ്സിന് മേലെയുള്ള ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ വരുന്ന വീക്കം ആണ്. ഈ വീക്കം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വിനൈൽ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയ എന്നാണ് അതിന് പറയുക. BPH എന്നെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ പ്രധാന ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്, മൂത്രം ഒഴിക്കാൻ തോന്നുക, മൂത്രം മുഴുവനായിട്ട് പോകാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദൈനംദിന ജീവിതം തന്നെ ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടാണ്. രാത്രി അറിയാതെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുക,
ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുണ്ടാവും. അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാവുന്ന ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലാസിയ. ഇതിന് ആധുനിക ലോകത്തിൽ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൽ സർജറിയാണ് ഇതിനുള്ള. അധികം വലിപ്പമില്ലാത്ത പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് മരുന്ന് കൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകളുമുണ്ട്. നമുക്ക് അവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിൻ്റെ ഈ വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ തീർച്ചയായിട്ടും പറ്റുന്നതാണ്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയായിട്ട്, അതായത് വയോജനങ്ങളിൽ വരുന്ന ഒരു അസുഖം, ഞാൻ നേരത്തെ പറഞ്ഞു മലദ്വാര സംബന്ധമായിട്ട് വരുന്ന അസുഖമാണ്. നമുക്കറിയാം, നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച്, പ്രായം കൂടുന്നതനുസരിച്ച് അസ്ഥികൾ ശരിക്കും മാംസപേശികൾക്കും ബലക്കുറവുണ്ടാവും. ഈ പറഞ്ഞ മാംസപേശികൾ, അതായത് മലദ്വാരത്തിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ മലം പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നിയന്ത്രിക്കുന്ന മാംസപേശികളുണ്ട് മലദ്വാര ഭാഗത്ത്. അതിന് ശോഷണം സംഭവിക്കുക, അല്ലെങ്കിൽ അതിന് വീക്ക്നെസ് ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഇൻഡസ്റ്റൈൻ, കുടലൊക്കെ പുറത്തേക്ക് വരും. നമ്മൾ മലദ്വാരം ഇറങ്ങി വരാമെന്ന് പറയും. എന്നാണ് അതിന് പറയുക. ഈ അസുഖങ്ങളൊക്കെ ഈ പ്രായമുള്ള ആൾക്കാർക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇതിനും ഫലപ്രദമായിട്ടുള്ള ചികിത്സ ആയുർവേദത്തിലാണ്. ശരിയായ രീതിയിലുള്ള ചിത്രം പതിയുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്ന ലെൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന രൂപങ്ങൾ നമ്മൾ ഞരവിൽ ശരിയായിട്ട് പതിയില്ല. അതായത് തിമിരം വരുമ്പം കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിന് നമുക്ക് ശരിയായ രീതിയിൽ രൂപങ്ങൾ കാണില്ല. എല്ലാവരും പറയും ഒരു പുകമറയിൽ ഇവിടെ കാണുന്ന പോലെ നമുക്ക് കാണുന്നുള്ളൂ. അപ്പം നേരത്തെ അത് തിമിരം കണ്ടുപിടിക്കുകയാണെങ്കിൽ ആയുർവേദത്തിന് അതിന് ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ളത് ഞരവിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അപ്പം പ്രമേഹം ബാക്കിയുള്ള അവയവങ്ങളെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹം കണ്ണുകളെ ബാധിക്കുന്നുണ്ട്. രക്തക്കുഴൽ പൊട്ടുന്ന കണ്ടീഷൻസ് വരാം. ഇതൊക്കെ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ ആയുർവേദത്തിൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. തർപ്പണം പോലെയുള്ളത്, അഞ്ചനം, അതുപോലെ കുടഭാവം, അങ്ങനെ പല തരത്തിലുള്ള ചികിത്സാ രീതി. ഷുഗർ വേണമെങ്കിൽ നേരത്തെ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കുകയാണെങ്കിൽ അത് രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും അതിന് ഫലപ്രദമായ ചികിത്സാ രീതികൾ ചെയ്യാനും പറ്റും. അപ്പം ആണ് മെയിനായിട്ടുള്ളത്. പിന്നെയുള്ളത് പടന്നക്കാട് ജില്ലാശുപത്രിയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് കാഴ്ച പരിശോധിക്കാനും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനും വേണ്ടിയിട്ട് ആയുർവേദ ആശുപത്രിയിലേക്ക് വരാം. ഈ ഒരു ക്യാമ്പിന് എല്ലാവിധ ആശംസകളും. 19 മുതൽ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. കൂടുതലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു 3 ഘട്ടങ്ങളെന്ന് പറയും. ആർത്തവകാലം, ഗർഭകാലം, ആർത്തവ വിരാമകാലം. ആർത്തവ വിരാമകാലമാണ് ഒരു പ്രായമാകുമ്പോൾ വരുന്ന അവസ്ഥകൾ. ഒരു 40-45 പിന്നെ 50-നുള്ളിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് പെരിമെനോപോസൽ എന്ന് പറയും. അപ്പം ആർത്തവം ക്രമം തിരിച്ചു വരിക, പിന്നെ ബോഡി വല്ലാണ്ട് വേർക്കുക, ക്ഷീണം, തളർച്ച, ചിലപ്പോൾ ഉത്കണ്ഠ വരും, മാനസിക പ്രയാസങ്ങൾ വരും, അമിതമായ ആകുലതയൊക്കെ വരും, ശരീരം വേർക്കുന്നതും അങ്ങനെ ചൂട് കയറുന്ന പോലെ കാലിൽ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം സ്ത്രീകൾ ചിലപ്പോൾ വീട്ടിൽ ഓരോ പെട്ടെന്ന് ദേഷ്യം മനസ്സിലാക്കണം. അങ്ങനെ അവർക്ക് കുറേ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ ഹോർമോണിൻ്റെ രീതിയിലൊക്കെ താഴും, ഈസ്ട്രജൻ്റെ ഹോർമോണിൻ്റെ. അപ്പോൾ അവർ അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടാവും, കാൽഷ്യം കുറയും. അങ്ങനെ ഒരുപാട് എല്ലിന് തീരുമാനമൊക്കെ സംഭവിക്കുന്ന കാലഘട്ടമാണ് ഈ ആർത്തവ വിരാമ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു സ്ത്രീക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലഘട്ടമാണ് ആർത്തവ വിരാമ കാലഘട്ടം. ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനായിട്ട് മെനോപോസൽ ക്ലിനിക്ക് വരെ ഉണ്ട്. പക്ഷെ ഇവിടെ ആർക്കും അതിനെക്കുറിച്ച് ധാരണയില്ല. കൗമാര കാലഘട്ടത്തിൽ പല അസുഖങ്ങളുണ്ടാവും. ഈ വയറുവേദന, വെള്ളപ്പൊക്ക്, ക്രമം തെറ്റിയ ആർത്തവം, PCOD. PCOD എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗമാണ്. ഇപ്പോഴത്തെ ഒരുതരം ഭക്ഷണ ഹാബിറ്റ് കൊണ്ടും വ്യായാമമില്ലായ്മ അതൊക്കെ കൊണ്ട് സംഭവിക്കുന്ന അവസ്ഥയാണ് PCOD. അതായത് അണ്ടാശയങ്ങളുടെ വളർച്ച എന്നും മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെയാണ് പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും വയറുവേദന അസുഖമുണ്ട്, ഗർഭാശയ മുഴകളായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളുമുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ ഇത് പറയാൻ ഭയങ്കര മടിയാണ്, തുറന്ന് പറയാൻ ഭയങ്കര മടിയാണ്. ഇങ്ങനെ വെള്ളപ്പൊക്കാണ് അങ്ങനെ പറയുമ്പോൾ വലിയൊരു ചമ്മലോ വീട്ടിൽ പറയാനോ മടിയോ ഒരിക്കലും ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും വേഗം കാണിക്കണം, ഒരു ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് നേടുകയാണ് വേണ്ടത്. ആരംഭഘട്ടത്തിലാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ സ്ഥലത്തിലൊരു മുഴയുണ്ടെങ്കിൽ അത് ഇപ്പം ക്യാൻസർ ആണോ അതോ അല്ലാതെ ഫൈബ്രോയിഡ് ആണോ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ ഒരു ഡോക്ടറെ കഴിഞ്ഞ് വിദഗ്ധ ടെസ്റ്റ് എടുക്കും. ഇങ്ങനെയാണോ അങ്ങനെയാണോ
അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാവരും ഡോക്ടറെ കാണിച്ച് തന്നെ മരുന്നുകൾ കഴിക്കണം, അല്ലാണ്ട് പൊടിക്കൈകളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ആർത്തവ വിരാമ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വളരെ നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടായിക, അല്ലെങ്കിൽ തല ചുറ്റുന്നവർക്കതോ അങ്ങനത്തെ ഒരു അവസ്ഥകൾ. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥകൾ എന്ന് വെച്ചാൽ ഇപ്പം പ്രായമാകുമ്പം അവർ ചിലപ്പം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റായോ, അവരുടെ മനസ്സിന്റെ ആ ഒരു വിഷമം, ഇതെല്ലാം നമുക്ക് യോഗ ചെയ്യുമ്പം ഒരു പരിധി വരെ നമുക്കിതെല്ലാം മാറ്റാൻ സാധിക്കും. അന്നേരം പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുന്ന യോഗ എല്ലാം ചെറുപ്പക്കാർക്ക് മാത്രം പറ്റുന്നതല്ലേ, കാല് വളച്ച് മേലോട്ട് പറ്റാനൊക്കെ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ പറ്റുക. യോഗ ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാ. അവരവരുടെ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് അറിയാം, മുട്ടിനെ നമുക്ക് ബലക്ഷം വരുമ്പോൾ അറിയാം നമ്മുടെ ആ ഒരു വെയിറ്റ് താങ്ങാനായിട്ട് നമ്മുടെ പൊസിഷൻ തന്നെ, നമ്മൾ നിൽക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷൻ എല്ലാം മാറും. എന്നിട്ട് നമ്മൾ ഡെയിലി ചെറിയ ചെറിയ യോഗകൾ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനും പറ്റും. അതേപോലെ തന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ യോഗ ക്ലബുകൾ നമ്മൾ രൂപീകരിക്കുകയാണെങ്കിൽ അവരവരുടെ ഏജിലുള്ള കുറെ പേരുകൾ കൂടി അവർക്ക് യോഗ ചെയ്യുന്ന വഴി അവരുടെ ആരോഗ്യവും മനസ്സിന്റെ ഒരു ബലമോടെ കൂട്ടാൻ പറ്റും. അവനവന്റെ പ്രായത്തിലുള്ള കുറെ പേരെ കാണുക എന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം പറഞ്ഞാല് ഞാൻ നിൽക്കുന്ന എൻ്റെ വീട്ടിൽ ഞാൻ രാത്രി ഒരു യോഗ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റുന്ന, അവര് റിട്ടയർഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അന്നേരം ഒരാൾ വരാം, അല്ലെങ്കിൽ സങ്കടം വന്നിട്ട് വരാം. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്നതിനെ അത് ബാധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അത് ഇടപെടുന്ന അത് ബാധിച്ചെന്ന് വരാം. എന്തിനേറെ പറയുമ്പോൾ നമ്മളുടെ ശാരീരിക ആരോഗ്യത്തെ വരെ നമ്മുടെ ഈ മാനസിക സംഘർഷം ബാധിച്ചെന്ന് വരാം. നമ്മൾ ഈ സംഘർഷം ഒരാളോടെങ്കിലും അത് തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അത്രത്തോളം നമ്മുടെ ഡോക്ടറോടാവാം, പക്ഷെ നമ്മൾ പലപ്പോഴും അത് ചെയ്യാതെ ആ മാനസിക സംഘർഷത്തെ വഷളാക്കി പല പല മാനസിക ശാരീരിക അസ്വാസ്ഥ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതൊക്കെ അവസ്ഥകളിലാണ് നമ്മൾ ഒരു മാനസിക രോഗ വിദഗ്ധന്റെ സഹായം തേടേണ്ടത്? തേടാൻ പോവാറില്ല അല്ലെ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മളുടെ സംഘർഷം നമ്മൾ പുറത്തേക്ക് പറയുന്ന സമയത്ത് നമ്മൾ ഭീരുക്കളാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മൾ മാനസിക രോഗികളായി നമ്മളെ മുദ്രകുത്തും. ഇങ്ങനെയുള്ള സംശയങ്ങളാണ് മാത്രമേ നമ്മുടെ സംഘർഷങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വിളിക്കുന്ന കൂടുതൽ ആൾക്കാരും മുതിർന്ന പൗരന്മാരാണല്ലേ. നമ്മുടെ മുതിർന്ന പൗരന്മാര് മറ്റുള്ള നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വഴികാട്ടികളാവുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് മനസ്സിലാവും. അധ്യക്ഷൻ ശ്രീ സഹീർ നസീർ, സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ശ്രീ ഗാലിബ് പത്തേക്കാട് സർ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ ചാർജ് എടുത്ത ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. എൻ്റെ പേര് സ്വപ്ന കേസ് എന്നാണ്. നമുക്കറിയാം, നമ്മുടെ സ്ഥാപനം കാസർഗോഡ് ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഹൈവേയിൽ തന്നെയാണ്. എത്തിപ്പെടാൻ വളരെ എളുപ്പമുള്ള ഒരു സ്ഥലത്ത്, ഏറ്റവും ടൗൺ ഏരിയയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലായി, ഇത്രയും സ്പെഷ്യാലിറ്റികൾ, ഇത്രയും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് പലരും ജോയിൻ ചെയ്തിട്ട് വളരെ പല സ്ഥലങ്ങളിലും വൈദ്യന്മാരുടെ അടുത്ത് പോകാൻ വളരെ ജനക്കൂട്ടം നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഒരു അസുഖമായാലും, ഇപ്പോൾ രോഗപ്രതിരോധത്തിന് നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ്, മഞ്ഞൾ കഴിച്ചാൽ മതി, വെളുത്തുള്ളി കഴിച്ചാൽ മതി, അങ്ങനെയൊക്കെ എല്ലാവർക്കും ഇത് യൂട്യൂബിൽ നോക്കി കഴിക്കാൻ വളരെ താല്പര്യമാണ്. പക്ഷെ അതല്ല ചികിത്സ, അല്ലെങ്കിൽ അതല്ല രോഗപ്രതിരോധത്തിനെല്ലാം ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ളതല്ല ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും ചികിത്സ ആയുർവേദ പ്രകാരം വ്യത്യസ്തമാണെന്നുള്ളതാണ്. അപ്പോൾ അത് അറിഞ്ഞ് കണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണമുണ്ടാകും. ആ ഒരു അവയർനെസ്സിൽ പ്രത്യേകിച്ചും നമ്മൾ വടക്കോട്ട് പ്രത്യേകിച്ച് കാസർഗോഡിൻ്റെ ഭാഗത്ത് വളരെ ചെയ്തിട്ടും ഈവൻ നമ്മളുടെ കൗൺസിലേഴ്സ് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര വിഷമം. എന്നുവെച്ചാൽ ഇത്രയും ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ മെനക്കെട്ട് അതുപോലെ കാര്യങ്ങൾ ചെയ്യാറ്. പക്ഷെ ഇതിൻ്റെ ഒരു ഗുണം എന്തായാലും ഉണ്ടാവും. നമ്മൾ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ചെറിയ ജലദോഷം മുതൽ ഇവൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ വരെയുള്ളതിന് നമുക്ക് ചികിത്സകൾ ഉണ്ട് എന്നുള്ളതാണ്.
അതെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീര ഫലം കൊണ്ട് തന്നെ ഈ അസുഖം ഭേദമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 40-50 വയസ്സാകുമ്പോൾ ഓരോ ഗുളികകൾ തുടങ്ങി 60-70 വയസ്സാകുമ്പോൾ 6-7 അതിന് ചെയ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നീ തരും മോദാര്യം ഇല്ലെങ്കിലീ ഭൂമി മൺകുനയാവാൻ നിമിഷം മതി. കാരുണ്യപേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി. കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ തരും മോദാര്യം ഇല്ലെങ്കിലീ ഭൂമി മൺകുനയാവാൻ നിമിഷം മതി. കാരുണ്യപേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി. കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ തരും മോദാര്യം ഇല്ലെങ്കിലീ ഭൂമി മൺകുനയാവാൻ നിമിഷം മതി. കാരുണ്യപേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി. കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ ഈ നീ തരും മോദാര്യം ഇല്ലെങ്കിലീ ഭൂമി മൺകുനയാവാൻ നിമിഷം മതി. കാരുണ്യപേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി. കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ തരും മോദാര്യം ഇല്ലെങ്കിലീ ഭൂമി മൺകുനയാവാൻ നിമിഷം മതി. കാരുണ്യപേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി. കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് അപ്പോൾ ഈ നീ തരും മോദാര്യം
Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
അപ്പൊ എങ്ങനെയാ റെഡിയല്ലേ? അപ്പൊ എങ്ങനെയാ റെഡിയല്ലേ? അപ്പൊ എങ്ങനെയാ റെഡിയല്ലേ? ഒക്ടോബർ 2 മുതലുള്ള മാറ്റത്തിന് ഞങ്ങൾ റെഡിയായി. നിങ്ങളോ? ആരെങ്കിലും വേസ്റ്റ് എറിയുന്ന ഫോട്ടോ എടുത്ത് നിങ്ങൾ നൽകിയാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് 2500 രൂപ. അതായത് ആരെങ്കിലും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കണ്ടാൽ അത് ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ നൽകിയാൽ തദ്ദേശ വകുപ്പ് 2500 രൂപ പാരിതോഷികമായി നിങ്ങൾക്ക് നൽകും. ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാലിന്യം തള്ളുന്ന ഫോട്ടോകളോ വീഡിയോകളോ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴയുടെ 25%മോ 2500 രൂപയോ ആയിരിക്കും ഇങ്ങനെ ലഭ്യമാവുക. പരാതി നൽകി 30 ദിവസത്തിനുള്ളിൽ പിഴ ഈടാക്കി വിവരം നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണമെത്തും. ഇത്തരത്തിൽ തെളിവോടെ പരാതി ലഭിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ഫോട്ടോ സഹിതം പരാതി നൽകുന്നവരുടെ പേരും വിവരങ്ങളും യാതൊരു കാരണവശാലും പുറത്തുവിടരുതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ ഒരു നടപടിയിലൂടെയെങ്കിലും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്ന പരിപാടി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? പ്രിയപ്പെട്ടവരെ, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പെർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 10 മുതലാണ്. ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട്, ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം. ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പം നിരാശയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത്. ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ, ഇതിന് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ, കുറച്ച നിരക്കുകൾ, അത് പ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും. അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും. പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, സർക്കാരല്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും. പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ILGMSലും നഗരസഭകളിൽ KSmartലും ഇതിനുള്ള സൗകര്യമൊരുക്കും. ഈ ഫീസ് അധികമായി ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല. നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക, ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും. ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതോടൊപ്പം പണം നൽകുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇതിനായി സമീപിക്കേണ്ടതില്ല. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക,
നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും